ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരു 100 ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ 100 ട്രിക്കുകളാണ് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ട്രിക്കുകളായിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഈ ട്രിക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ട്രിക്കിലേക്ക് പോകാം. ചാപ്റ്റർ 1, ഫസ്റ്റ് ട്രിക്ക്. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ഞങ്ങൾക്ക് കാണാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതിൽ വരുന്ന നമ്പേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്പേഴ്സ് ഒക്കെ സെയിം നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി യൂണിറ്റ് പ്ലേസ് ഓഫ് 5ഉം അതുപോലെ ടെൻസ് പ്ലേസ് സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. 25നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 35നെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടുന്ന ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഇത് നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് എഴുതി അതിൻ്റെ ആൻസർ ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പിൽ തന്നെ ഡയറക്റ്റ് ആൻസർ എഴുതുന്ന ഒരു മെത്തേഡാണ്. സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് മെന്റൽ കാൽക്കുലേഷൻ വഴി തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 25 × 25. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള 5കൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 5 എന്ന് പറയുന്ന 25 ആണ്. ആ ആൻസർ അവിടെ എഴുതുക, 25. ഇപ്പോൾ 5ന്റെ യൂസ് നമുക്ക് കഴിഞ്ഞു, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 2 ആണ്. ഈ 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, കിട്ടുന്ന ആൻസർ 3 ആണ്. ഈ 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. സോ ആൻസർ 625. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 35 × 35. ഫസ്റ്റ് ചെയ്യേണ്ടത് 5ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ 25 ആണ്. അതുപോലെ എഴുതുക. ഇനി അടുത്തത് ചെയ്യേണ്ടത് 5 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 3ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. 3 + 1 = 4 ആണ്. ആ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 = 12. ആൻസർ 1225. അപ്പോൾ 35നെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. 25നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാത്സിൽ കുറച്ചുകൂടിയൊക്കെ ഇൻട്രസ്റ്റ് വരാൻ ഈ വേദിക് മാത്സ് ട്രിക്കുകൾ സഹായിക്കും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. 45 × 45. 45നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഒന്നുകൂടെ പറയാം. 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 25 ആണ്. അതുപോലെ 25 എഴുതുക. 5 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 4ന്റെ കൂടെ 1 ആഡ് ചെയ്യുക, കിട്ടുന്ന നമ്പർ 5. ആ 5നെ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 4 = 20 ആണ്. 2025. അതുപോലെ 55 × 55, 65 × 65, 75 × 75 ഇങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഫോർ ഫൈൻഡിങ് സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ്. ആ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെയിം നമ്പേഴ്സ് വരും. യൂണിറ്റ് പ്ലേസ് സെയിമും, അതായത് 5ഉം അതുപോലെ ടെൻസ് പ്ലേസ് സെയിമും ആണെങ്കിൽ സ്ക്വയേഴ്സിൽ എപ്പോഴും 2 നമ്പേഴ്സും സെയിം ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ട്രിക്കാണ്, ഒരു സിമ്പിൾ ട്രിക്കാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരാം. അതുവരെ ബൈ.